ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ LDC, ഖാദി ബോർഡ് LDC, അതുപോലെ 10ാം ക്ലാസ് ബേസ് ആയിട്ടുള്ള എക്സാമുകളുമായി ബന്ധപ്പെട്ട് മുൻവർഷ ചോദ്യപേപ്പറാണ്. ഇത് 2011 LDC കോട്ടയം ജില്ലയിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലോകസഭയുടെ ആദ്യ വനിതാ സ്പീക്കർ ആര്? മീര കുമാർ. മീര കുമാറാണ് ലോകസഭയുടെ ആദ്യത്തെ വനിതാ സ്പീക്കർ. ലോകസഭാ സ്പീക്കറാകുന്ന 16ാമത്തെ വ്യക്തിയാണ് മീര കുമാർ. മീര കുമാർ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം സസാരമാണ്, ബീഹാറിലെ സസാരം. സംസ്ഥാന നിയമസഭാ സ്പീക്കറായ ആദ്യ വനിത ഷാനോ ദേവിയാണ്. സംസ്ഥാന നിയമസഭാ സ്പീക്കറായ ആദ്യ വനിത. ഹരിയാന നിയമസഭയിലായിരുന്നു 1966 മുതൽ 67 വരെ. ലോകസഭയുടെ ആദ്യ സ്പീക്കർ GV മാവലങ്കാറാണ്. സർവീസിലിരിക്കെ മന്ത്രിച്ച ആദ്യ ലോകസഭാ സ്പീക്കർ GMC ബാലയോഗിയാണ്. സ്പീക്കർ പദവിയിലെത്തിയ ആദ്യ ദളിത് വിഭാഗക്കാരൻ GMC ബാലയോഗിയാണ്. കമ്മ്യൂണിസ്റ്റുകാരനായ ആദ്യ ലോകസഭാ സ്പീക്കർ സോമനാഥ് ചാറ്റർജിയാണ്. മിന്നലിൽ വൈദ്യുതി ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് മിന്നലിൽ വൈദ്യുതി ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. വൈദ്യുതി കടത്തിവിടാത്ത പദാർത്ഥങ്ങൾ കുചാലകങ്ങൾ എന്നറിയപ്പെടുന്നു. ഉദാഹരണം റബ്ബറും പ്ലാസ്റ്റിക്കും. വൈദ്യുതി കടത്തിവിടുന്ന പദാർത്ഥങ്ങൾ ചാലകങ്ങളാണ്, കണ്ടക്ടേഴ്സ്. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം വെള്ളിയാണ്. നേരിയ തോതിൽ വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കൾ അർദ്ധചാലകങ്ങളാണ്, സെമി കണ്ടക്ടേഴ്സ്. ഉദാഹരണം ജർമ്മേനിയം, സിലിക്കൺ. ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ്. പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനവും പഞ്ചാബാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള സംസ്ഥാനം പഞ്ചാബാണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യ സംസ്ഥാനവും പഞ്ചാബാണ്. ഏറ്റവും കൂടുതൽ രാസവളങ്ങൾ ഉപയോഗിക്കുന്ന സംസ്ഥാനം പഞ്ചാബാണ്. ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് പഞ്ചാബിലാണ്. ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് നൽകിയ വ്യക്തി ആര്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് നൽകിയ വ്യക്തി. ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച വർഷം 1929 ആണ്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയ വർഷം 1936 ആണ്. 1957 മുതൽ ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണി എന്നിവയിൽ അറിയപ്പെട്ടു തുടങ്ങി. ആകാശവാണിയുടെ ആപ്തവാക്യം ബഹുജന ഹിതായ ബഹുജന സുഖായ എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ FM സ്റ്റേഷൻ കൊച്ചിയിലുമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? ആമുഖം. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ആമുഖത്തെയാണ്. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ ഭാഗം ആമുഖമാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ സർവീസ് ആദ്യമായി തുടങ്ങിയ രാജ്യമേത്? ജപ്പാൻ. ജപ്പാനാണ് വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ സർവീസ് ആദ്യമായി തുടങ്ങിയ രാജ്യം. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് മാർട്ടിൻ കൂപ്പറാണ്. ലോകത്തിലെ ആദ്യ മൊബൈൽ ഫോൺ മോട്ടറോള കമ്പനിക്ക് വേണ്ടി നിർമ്മിച്ചത് മാർട്ടിൻ കൂപ്പറാണ്. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ഫോൺ സർവീസ് ആരംഭിച്ചത് കൊൽക്കത്തയിലാണ് 1995-ൽ. ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിലൂടെ കേരളത്തിലെ മികച്ച വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ ഏത്? GPS കൂട്ടക്കനി. GPS കൂട്ടക്കനിയാണ് ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിലൂടെ കേരളത്തിലെ മികച്ച വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ. കാസർഗോഡ് ജില്ലയിലാണ് GPS കൂട്ടക്കനി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ദേശീയ പതാകയിലെ ധീരതയെ സൂചിപ്പിക്കുന്നത്? കുങ്കുമം.
കുങ്കുമവർണ്ണമാണ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ധീരതയെ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ദേശീയ പതാകയുടെ സമാന നിറങ്ങളിലുള്ള ദേശീയ പതാകകൾ ഉള്ള രാജ്യങ്ങൾ നൈജർ, ഐവറി കോസ്റ്റ്, ഇറ്റലി എന്നിവയാണ്. 1921 അലഹബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത്. നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഖടക്വാസല. ഖടക്വാസലയിലാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ സായുധ സേനകളിലേക്ക് ആവശ്യമായ ഓഫീസർമാരെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനമാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി. നാഷണൽ ഡിഫൻസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. ലഘുഘടകങ്ങളായ അമിനോ ആസിഡുകൾ കൂടിച്ചേർത്ത് രൂപപ്പെടുന്ന പോഷക ഘടകം ഏത്? പ്രോട്ടീൻ. പ്രോട്ടീനാണ് ലഘുഘടകങ്ങളായ അമിനോ ആസിഡുകൾ കൂടിച്ചേർത്ത് രൂപപ്പെടുന്ന പോഷക ഘടകം. പ്രോട്ടീൻ എന്ന വാക്കിൻ്റെ അർത്ഥം ആദ്യ പരിഗണന എന്നാണ്. മനുഷ്യനാവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം 22ആണ്. ആൻറ്റിബോഡീസ്, ഹോർമോൺസ്, എൻസൈംസ് എന്നിവയിലെ പ്രധാന ഘടകം പ്രോട്ടീനാണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം? 1942. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം. ഹരിതഗ്രഹ പ്രഭാവത്തിന് കൂടുതൽ കാരണമാകുന്ന വാതകം? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡാണ് ഹരിതഗ്രഹ പ്രഭാവത്തിന് കൂടുതൽ കാരണമാകുന്ന വാതകം. അന്തരീക്ഷത്തിലെ താപനില വർദ്ധിപ്പിക്കുന്ന വാതകങ്ങളാണ് ഹരിതഗ്രഹ വാതകങ്ങൾ. ഹരിതഗ്രഹ പ്രഭാവം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് ഫോറിയനാണ്. അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് മേൽ ചുമത്തുന്ന നികുതിയാണ് കാർബൺ ടാക്സ്. റെഫ്രിജറേറ്ററുകളും എയർ കണ്ടീഷണറുകളും പുറത്തുവിടുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഓസോൺ ശോഷണത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയുമായി സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയുമായി സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥ മൈ ട്രൂത്താണ്. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ഓരോ തുള്ളി ചോരയും ഈ രാജ്യത്തിന് ശക്തിയും ജീവനും പകരും. ഇത് ഇന്ദിരാഗാന്ധിയുടെ പ്രസിദ്ധ വാചകങ്ങളാണ്. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് 1984 ഒക്ടോബർ 31. ഇന്ദിരാഗാന്ധിയുടെ ചരമദിനമായ ഒക്ടോബർ 31 ദേശീയ പുനരർപ്പണ ദിനമായി ആചരിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിനകത്ത് ദഹനത്തിനെ സഹായിക്കുന്ന ആസിഡ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിനകത്ത് ദഹനത്തിനെ സഹായിക്കുന്ന ആസിഡ്. ആമാശയ രസത്തിലടങ്ങിയ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ആമാശയ രസത്തിലടങ്ങിയ രാസാഗ്നികൾ പെപ്സിനും ലിപ്പേസുമാണ്. ആമാശയത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന ഭാഗം അന്നനാളമാണ്. പെപ്സിൻ പ്രവർത്തിക്കുന്ന ഭക്ഷണ ഘടകം മാംസ്യമാണ്. ദഹനം ആരംഭിക്കുന്ന ശരീരാവയവം വായയാണ്. ഉമിനീരിലടങ്ങിയിരിക്കുന്ന രാസാഗ്നി ടൈലിനാണ്. ബഹിഷ്കൃത ഭാരത് എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാര്? അംബേദ്കർ. അംബേദ്കറാണ് ബഹിഷ്കൃത ഭാരത് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ. ആദ്യ നെഹ്റു മന്ത്രിസഭയിലെ നിയമമന്ത്രിയാണ് BR അംബേദ്കർ. കാളയെ പോലെ അധ്വാനിക്കുകയും സന്യാസിമാരെ പോലെ ജീവിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞത് അംബേദ്കറാണ്. മറാഠി ഭാഷയിൽ അംബേദ്കർ ആരംഭിച്ച പ്രസിദ്ധീകരണം മൂകനായകാണ്. അംബേദ്കർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. നീല വിപ്ലവം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യം. മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടതാണ് നീല വിപ്ലവം. മത്സ്യങ്ങൾ ശീതരക്തമുള്ള ജീവികളാണ്. കണ്ണടയ്ക്കാതെ ഉറങ്ങുന്ന ജലജീവികൾ മത്സ്യങ്ങളാണ്. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി എന്നിവയിൽ അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ദേശീയ മത്സ്യം അയലയാണ്. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം കരിമീനാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്ന മത്സ്യം ചാളയാണ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. കേരളത്തിൽ ആദ്യമായി പട്ടികവർഗ വനിതാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിച്ച ജില്ല ഏത്? വയനാട്. വയനാടാണ് കേരളത്തിൽ ആദ്യമായി പട്ടികവർഗ വനിതാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിച്ച ജില്ല. കേരളത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പട്ടികവർഗത്തിൽപ്പെട്ട ആദ്യ വനിത എം ദേവകിയാണ്. കേരളത്തിൽ ആദ്യമായി രൂപീകരിച്ച ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടിയാണ്. പഞ്ചായത്ത് ഭരണത്തിൽ വനിതകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. കേരളത്തിൽ മന്ത്രിയായ ആദ്യ പട്ടികവർഗ വനിതയും ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയും പി.കെ. ജയലക്ഷ്മിയാണ്. എൻമകജെ എന്ന കൃതി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എൻഡോസൾഫാൻ ദുരന്തം. എൻഡോസൾഫാൻ ദുരന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എൻമകജെ എന്ന കൃതി. കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന തീയതി? 2010 ഏപ്രിൽ 1. 2010 ഏപ്രിൽ 1 കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പീച്ചി. പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കോട്ടയമാണ്. കേരളത്തിൽ പുതിയ ഫോറസ്റ്റ് അക്കാദമി നിലവിൽ വന്ന സ്ഥലം അരിപ്പ, തിരുവനന്തപുരത്താണ്. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം? സൗരവ് ഗാംഗുലി. സൗരവ് ഗാംഗുലിയാണ് ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ദാദ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരവും സൗരവ് ഗാംഗുലിയാണ്. പ്രിൻസ് ഓഫ് കൊൽക്കത്ത എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം സൗരവ് ഗാംഗുലിയാണ്. മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നറിയപ്പെടുന്നത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. സാധാരണയായി ഇന്ത്യയിൽ കേന്ദ്ര പൊതുബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ഏത്? ഫെബ്രുവരി അവസാനത്തെ പ്രവൃത്തി ദിവസം. ഫെബ്രുവരി അവസാനത്തെ പ്രവൃത്തി ദിവസമാണ് സാധാരണയായി ഇന്ത്യയിൽ കേന്ദ്ര പൊതുബജറ്റ് അവതരിപ്പിക്കുന്നത്. ബജറ്റ് അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റിൻ്റെ ലോകസഭയിലാണ്. ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 112 ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് മെഹ്ലാനോബിസ് ആണ്. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? പമ്പ. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല പമ്പ നദിയുടെ സമീപമാണ്. ജലത്തിൻ്റെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പ നദിയിലാണ്. സെലനോഗ്രാഫി എന്നാൽ എന്ത്? ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനമാണ് സെലനോഗ്രാഫി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ചന്ദ്ര ഉപരിതലം 59%. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിയൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.